ഹലോ ഗൈസ്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ മുന്നിൽ കാണുന്നത് വോൾസ്വാഗൻ്റെ പോളോ ആണ്. എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അത്ര ആഗ്രഹിച്ച് മോഹിച്ചെടുത്ത വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഇപ്പോൾ കാണിച്ചു തരാം. കണ്ട വിശ്വസിക്കുമെന്ന് അറിയില്ല. ഇതാണ് കോലം. ഫ്രണ്ട് തീ പടർന്ന് സ്പാർക്കായിട്ട് ബോണറ്റ് നോക്കി, ബോണറ്റൊക്കെ കത്തി. എൻജിൻ കവറിങ്, എൻജിനർ നോക്കി മൊത്തം കത്തി പടർന്നു. ഫസ്റ്റ് ഈ ബാറ്ററി സൈഡിൽ നിന്നാണ് പുക വന്നത്. പിന്നെ നോക്കുമ്പോഴത്തേക്ക് എല്ലാം ലോക്കായി. ഇപ്പം നോക്കുമ്പോൾ എല്ലാം കത്തി നശിച്ചിട്ടുണ്ട്. ഏകദേശം എൻജിൻ റൂമിൽ ഏകദേശം കത്തി, ത്രോട്ടിൽ ബോഡി കാര്യങ്ങളൊക്കെ കത്തി നശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഒരു മോട്ടോ ലാവൻഡർ എന്നൊരു അവരുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ വീഡിയോ ഉണ്ടായിരുന്നു. അവരെ വണ്ടി ഇതുവരെ പോകുന്ന വഴിക്ക് ഇതേപോലെ അത്രയും മോഹിച്ചെടുത്ത വണ്ടി ഇതുപോലെ പെട്ടെന്ന് കത്തി നശിക്കുന്നത് കണ്ടായിരുന്നു. അവരെ പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് അത്രയും മോഹിച്ചെടുത്ത വണ്ടി അത്രയും കച്ചപ്പത്തെ വിഷമമുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതേപോലെ സെയിം ഇൻസിഡൻ്റ് എനിക്കുണ്ടായത്. അവിടെ ഇതേപോലെ മാർച്ച് മാസം 11 തീയതിയാണ് കത്തിയത്. എൻ്റെ ഇന്നലെ ഫ്രൈഡേ ആണ്, 27/3/2026 ആണ് കത്തിയത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബാറ്ററി സൈഡിൽ നിന്നാണ് സ്പാർക്ക് ഉണ്ടായത്. പിന്നെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീയായിരുന്നു. ഇവിടുന്ന് ഈ സൈഡിൽ നിന്നാണ് സ്പാർക്ക് വന്നത്. അപ്പോൾ ബോണറ്റും ഡോറൊക്കെ ലോക്കായി, പിന്നെ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ ഈ ബോണറ്റിൻ്റെ ഇവിടെയുള്ള നമ്മൾ ഈ ബോണറ്റ് ഓപ്പൺ ആക്കുന്ന ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം ഇല്ലേ, അതൊക്കെ ഉരുകിപ്പോയി. നല്ലോണം തീ പടർന്നായിരുന്ന സമയം തന്നെ. പിന്നെ ബോണറ്റൊക്കെ കുത്തി പൊട്ടിച്ചെടുത്തിട്ടാണ് നമ്മൾ വെള്ളമൊക്കെ വെച്ച് ഇത്രത്തോളം കിട്ടിയത്. അല്ല, ഇത് മൊത്തം കത്തിയാണ്. നല്ല പണിയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ ഫ്രണ്ട് ഗ്ലാസ്സും ഒക്കെ പൊട്ടിയായിരുന്നു. ഫ്രണ്ട് ഗ്ലാസ്സൊക്കെ ചൂടൊക്കെ തട്ടി പൊട്ടിയായിരുന്നു. പിന്നെ നമുക്ക് വെള്ളം ഒഴിക്കാൻ ഒരു ഗ്യാപ്പൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഈ താഴത്തെ അടിഭാഗം കത്താത്ത കാരണം വെച്ചാൽ ബമ്പർ ഉണ്ടായിരുന്നു. ബമ്പറൊക്കെ ഞാൻ എന്ത് ചെയ്തു, ഊരി ചാടിയായിരുന്നു, പൊട്ടിച്ചിട്ട് ബമ്പറൊക്കെ ഇതിൻ്റെ അന്ന് ഊരി എടുത്തിട്ടായിരുന്നു ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചത്. അതുകൊണ്ട് കുറേ ഭാഗമൊന്നും കത്തിയില്ല. ലെഫ്റ്റ് സൈഡ് ഹെഡ്ലൈറ്റൊന്നും കത്തിയില്ല, പക്ഷേ റൈറ്റ് സൈഡ് ഹെഡ്ലൈറ്റ് എത്തി സംഭവിച്ചിട്ടുണ്ട്. ബോണറ്റ് പൂർണ്ണമായും പോയി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കണ്ടാവും, നിങ്ങൾ കാണുന്ന പോലെ എല്ലാം കത്തി നശിച്ചിട്ടുണ്ട്. ബാറ്ററിക്ക് അലുവ കഷ്ണം പോലെ ഉള്ളത്. മെയിൻ വയറിങ് കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിരിക്കും. അത്രത്തോളം കത്തി നശിച്ചിട്ടുണ്ട്. അതൊക്കെ മോഹിച്ചിട്ട് എടുത്ത വണ്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ഇൻസിഡൻ്റ് ആയതുകൊണ്ട് ഒന്നും പറയാനുമില്ല. ആകെ ഇതിൽ അലവിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. വേറെ ഒന്നും ഇതിൽ എക്സ്ട്രാ ഫിറ്റിങ്സോ കാര്യങ്ങളൊന്നുമില്ല. എങ്ങനെ സ്പാർക്ക് വന്നതൊന്നും അറിയില്ല. സ്പാർക്ക് വരാൻ കാരണം വേറെ എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങൾ ഈ വണ്ടിയിലില്ല. എങ്ങനെ സ്പാർക്ക് വന്നതൊന്നും അറിയില്ല. പെട്ടെന്നൊരു പുകയായിരുന്നു ഇവിടെ ഇങ്ങനെ. പിന്നെ തീയാണ് അടിയിൽ നിന്നെല്ലാം കണ്ടത്. പിന്നെ അപ്പുറത്ത് ഇപ്പോഴത്തെ ആൾക്കാർ കൂടി വന്ന് ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഇത്രത്തോളം കിട്ടി. അതായത് ഈ വീട്ടിൽ നിന്ന് തന്നെ മൊത്തം കത്തി നശിച്ചേനെ. കത്തി നശിക്കുന്ന മാത്രമല്ല, ഇതിൻ്റെ സൈഡിൽ ഇതേപോലെ 2 ബൈക്കും ഉണ്ടായിരുന്നു, ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. തൊട്ട് റോഡ് സൈഡിലാണെങ്കിൽ ഒരു ടിപ്പറും ഉണ്ടായിരുന്നു. ഇത് പൊട്ടിത്തെറിക്കുന്നത് മാത്രമല്ല, വീട്ടിലും ആൾക്കാരുണ്ട്. ഇതായി പട്ടിക്കുട്ടി വെള്ളമുണ്ട്, ഗ്യാസ് എല്ലാം ഉണ്ട്, ഗ്യാസ് വരെയുണ്ട്. അപ്പം പൊട്ടുന്നതിനെ കൊണ്ടല്ല 10 ആൾക്കാരുടെ ജീവിതവും വണ്ടിയും എല്ലാം പോകും. അപ്പോൾ എല്ലാവരും ഒന്ന് കെയർ ചെയ്യുന്ന നല്ലതായിരിക്കും. നമ്മളെ പുതിയ വണ്ടികൾ, പഴയ വണ്ടികൾ എല്ലാവരും പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കെയർ ചെയ്യുന്ന നല്ലതായിരിക്കും. അത്രയ്ക്ക് ഇപ്പോൾ പറയാനുള്ളൂ. എല്ലാവരും അവരുടേതായ വണ്ടികൾ സൂക്ഷിക്കുന്ന നല്ലതായിരിക്കും. സൂക്ഷിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ വണ്ടി അത്രത്തോളം കെയർ ചെയ്തിട്ട് കൊണ്ടുപോയ വണ്ടിയാണ്. എങ്ങനെ കത്തി, എങ്ങനെ ഇൻസിഡൻ്റ് ആയെന്ന് പോലും അറിയില്ല. ഞാനൊന്ന് ഓട്ടിക്കൊണ്ടുപോയി വെച്ചതാണ്. ഈ വ്യാഴാഴ്ച ഞാൻ ഓട്ടിക്കൊണ്ടുപോയി രാത്രിയോടെ വെച്ച് പോകാത്ത വണ്ടിയാണ്. വെള്ളിയാഴ്ച രാവിലെ 7 മണിയാകുമ്പോഴത്തേക്ക് ബോണറ്റിൽ നിന്ന് പുകയാണ് വന്നത്. പിന്നെ നോക്കുമ്പോൾ ബോണറ്റടിയിൽ നിന്നൊക്കെ തീയും കാര്യങ്ങളും. ഇവിടെ സെക്കൻഡ് വെച്ചിട്ട് ഇത് കത്തി. നമുക്കൊരു ഒരു ബോണറ്റ് തുറക്കേണ്ട ഗ്യാപ്പ് പോലും ഉണ്ടായില്ല. കീ എടുത്ത് വരുമ്പോൾ ഒരു ബോണറ്റ് തുറക്കാനോ കീ അൺലോക്ക് ചെയ്യാനൊന്നും പറ്റില്ല. എല്ലാം ലോക്കായിപ്പോയി. പിന്നെ അപ്പുറത്തെ ആൾക്കാർ ഓടി വന്നോണ്ട് അപ്പുറത്തിൽ വെള്ളം നിറച്ച് ബക്കറ്റിൽ വെള്ളം ഒഴിച്ചും പിന്നെ പൈപ്പ് കൊണ്ടൊക്കെ വെള്ളം അടിച്ച് ഓസൊക്കെ വെച്ച് അടിച്ചത് കൊണ്ടാണ് അത്രയും കിട്ടിയത്. ഇത് മൊത്തം കത്തിപ്പോയത്. അപ്പോൾ എല്ലാവരുടെ വണ്ടികളൊന്ന് കെയർ ചെയ്യുന്നത് നല്ലതാണ്. ലൈക്ക് കെയർ ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറയാം, എല്ലാം സൂക്ഷിക്കുന്നതല്ല. നമ്മൾ എത്രത്തോളം കെയർ ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ. കാരണം ഞാൻ അത്ര കെയർ ചെയ്ത് കൊണ്ടുപോയ വണ്ടിയാണ്. സർവീസും കാര്യങ്ങളെല്ലാം കറക്റ്റായി ചെയ്യുന്ന വണ്ടിയായിരുന്നു. ഇത്രത്തോളം ഇങ്ങനെ ആണ്ടെങ്കിൽ എന്താ ഒന്നും അറിയില്ല. എന്തായാലും എൻ്റെ വണ്ടിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇതുപോലുള്ള ഇൻസിഡൻറ്റ്സ് ആർക്കും വരാതിരിക്കട്ടെ. എല്ലാം ഒന്ന് സൂക്ഷിക്കുക. ഓക്കെ ഗൈസ്.